ഇതേ നേതാവേ കളിക്കാൻ കാശ് കേട്ടു. അത് ബിരിയാണിയുടെ പൈസ അല്ല അന്ന്. പെട്രോളിന് 250 രൂപ. ബൈക്ക് ഓടിയില്ലേ റോഡ് ഷോയ്ക്ക്, അതിന്റെ പൈസ ഇങ്ങോട്ട് ഇടും. ആഹാ, അത് കഴിഞ്ഞ ലക്ഷനാണ്. പെട്രോളിന്റെ കാശ് കൂട്ടുമ്പോ ഓർക്കണമായിരുന്നു. കളിക്കാൻ കാശ് കേട്ടു. കുഴലാണല്ലേ പൊന്നു കൂട്ടുകാരാ, ഇതൊന്ന് കയ്യിലെത്തല്ലേ. മുക്കിന് ചെക്കിങ്ങാ, അതാണെങ്കിൽ ക്യാമറ ആയിട്ട്. എന്റെ നേതാവേ, ഇതൊക്കെ വല്ല 2ാം ക്ലാസ് പിള്ളേരോട് പറ. കാറിലേക്ക് അടുത്തൊക്കെ നിർത്തിയിട്ട് നമ്മൾ വർഷങ്ങളായില്ലേ. പക്ഷേ അവർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടുണ്ട്. ഫുഡ് ഡെലിവറി ഉണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് സംവിധാനങ്ങളുണ്ട്, കൊറിയർ സർവീസ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്. അല്ലല്ല, അതിന് ഒരു 50-50 റിസ്ക് ഉണ്ട്. ഇതൊന്നും പോരാത്തതിന് ഓരോ പാർട്ടിക്കാർക്കും ഹെലികോപ്റ്റർ വരെയുണ്ട്. നേതാവായില്ലായിരുന്നെങ്കിൽ നേതാവാണ്ട നേതാവായിരുന്നു നേതാവേ. ഞാൻ അറിയാവോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ പൈസ കിട്ടിയില്ലെങ്കിൽ അടുത്ത പരിപാടിക്ക് ഞാൻ വരും. ഓക്കെ, അപ്പൊ ശരിയെന്നാ, ഞാൻ പറഞ്ഞോളൂ. എന്തോന്നടേ ഒന്നുമില്ല, നമ്മുടെ പ്രകടനത്തിന് പോയില്ലേ, അത് പെട്രോളിന്റെ കാശ് ചോദിച്ചതാ. ആളുണ്ടായിരുന്നോടെ. പിന്നെ ജനസാഗരം. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കുമ്പോ മറ്റേ പാർട്ടിക്കാരുടെ പരിപാടി ആണോ, അതിലും ഭയങ്കര ഓഹോ. അല്ല സമയത്താ, ഞാൻ സംശയം ചോദിക്കും, ഈ ഇത്രയും പൊരി വെയിലത്ത് ഈ ആൾക്കാർ ഇങ്ങനെ തടിച്ചു കൂടുന്നുണ്ട്. ആൾക്കാർക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഈ നേതാക്കന്മാരെയൊക്കെ. ഇഷ്ടമായിട്ടൊന്നുമല്ലടോ, ഇവറ്റകളെ ജയിച്ചാലും തോറ്റാലും 5 വർഷം കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. കാണാതാകാൻ പോകുന്ന വസ്തുവിനെ കാണാനുള്ള താല്പര്യം കൊണ്ടാ, അല്ലാതെ ഇവറ്റകളോട് ഇഷ്ടമായിട്ടുണ്ടായിട്ടൊന്നും അല്ല. മനസ്സിലായോ? അത് ശരി, അങ്ങനെയാണല്ലേ. പിന്നല്ലാതെ